കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 2 ദിവസത്തിനു ശേഷം വീണ്ടും പുനരാരംഭിക്കുമെന്ന് അഷ്റഫ് എം.എൽ.എ. ഇന്നലെ കർണാടക ചീഫ് സെക്രട്ടറിയുമായി എം.എൽ.എ. കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് കുറയുന്നതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചെന്നും എം.എൽ.എ. അറിയിച്ചു. നേവിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 4 നോട്ട് വേഗതയിലാണ് ഗംഗാവലിപ്പുഴ ഒഴുകുന്നത്. അത് 2 നോട്ട് വേഗതയിലായാൽ വീണ്ടും ദൗത്യം തുടങ്ങാമെന്നാണ് കരുതുന്നതെന്ന് എം.എൽ.എ. പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ പുഴയുടെ ഒഴുക്കിന്റെ ശക്തി കുറയുകയാണെങ്കിൽ തെരച്ചിൽ നടത്താൻ സാധിക്കും. അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തിരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് N.V. അൻജാരിയ, ജസ്റ്റിസ് K.V. ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ ഇടക്കാല ഉത്തരവ്. കഴിഞ്ഞയാഴ്ച തിരച്ചിലിനായി ഈശ്വർ മൽപയും സംഘവും ഷിരൂരിലെത്തിയെങ്കിലും പുഴയിലിറങ്ങാൻ പോലീസ് അനുവദിക്കാത്തതിനാൽ മടങ്ങുകയായിരുന്നു. പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായതിനാൽ അരികുകളിൽ ആയിരുന്നു സംഘത്തിന്റെ പദ്ധതി. എന്നാൽ പുഴയിലെ കുത്തൊഴുക്ക് കണക്കിലെടുത്ത് പോലീസ് സംഘത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും കാർവാർ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ച് തെരച്ചിൽ രീതി ആലോചിക്കാം. പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് കിട്ടിയെന്നും അഷ്റഫ് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. എം.എൽ.എ. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓഫീസറെ ബംഗളൂരു വിധാന സൗധയിലെത്തി കണ്ടിരുന്നു. ജൂലൈ 16 രാവിലെ ബലഗാവിയിൽ നിന്ന് മരം കയറ്റി വരികെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. Waytonikah.com, the exclusive Muslim matrimonial site.